ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയിൽ ഞാൻ ഈ വർഷം റിലീസാകാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ആയിട്ടൊരു സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭ്രമയുഗാണെന്ന് പറയേണ്ടി വരും. മമ്മൂക്കയുടെ ആ ഒരു പോസ്റ്റർ ഇറങ്ങിയ മുതൽ, ഫസ്റ്റ് ഒരു ചെയറിലിരിക്കുന്ന ആ പോസ്റ്റർ ഇറങ്ങിയ മുതൽ വെയിറ്റിംഗ് ആണ്. ഓരോ അപ്ഡേറ്റ്സും നമ്മളെ കൂടുതൽ ആ സിനിമയിലോട്ട് അടുപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ ടീസർ ആദ്യം റിലീസായിരുന്നു, അത് കൂടി കണ്ടപ്പോൾ തീരുമാനമാക്കി FTFS ലോക്ക്ഡ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇന്നലെ രാത്രി മമ്മൂക്ക അബുദാബിയിൽ വെച്ചിട്ട് അതിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലറിലൂടെ ഒന്ന് പോയി നോക്കാം. വാവ്, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ആ അവസാനം വന്ന ആ ഒരു സംഭവമൊക്കെ, ആ സെക്കൻഡ് 2-3 സെക്കൻഡ് വന്നിരുന്ന സാധനമൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. ഒരു ഗംഭീര സാധനം. പിന്നെ എടുത്തു വേണം, അർജുന അശോകന്റെ പല ഒരു മാനസികങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ടൈം ലൂപ്പിൽ വരുന്ന ഒരു ട്രെയിലറായിട്ടാണ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് തന്നെ പറയാം. ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമൊക്കെ ആണെങ്കിൽ പോലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മൾ മലയാള സിനിമ ഒരുപാട്, നമ്മൾ ഈ ഒരു ജനറേഷനൊന്നും ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ആ ഒരു സിനിമകൾ ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ 2024 വരിക എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് അതിനകത്ത് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഗംഭീരമായിട്ട് തന്നെ അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുൽ സദാശിവന്റെ ഒരു ഗംഭീര സിനിമയായിട്ട് വരട്ടെ. എന്തായാലും 15-ാം തീയതി തിയേറ്റർ പൂരപ്പറമ്പാവട്ടെ എന്ന് തന്നെ പറയാം. ഗംഭീര വലിയ റിലീസൊക്കെയാണ്, വേൾഡ് വൈഡ് റിലീസൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഹൈപ്പ്, ഒരുപാട് ഹൈപ്പ് ഒന്നും അവർ കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഹൈപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ഒരു രീതിയിൽ തന്നെ പോയിട്ടുള്ളത്. നല്ല ആ സിനിമ അർഹിക്കുന്ന രീതിയിലുള്ള ഹൈപ്പ് അവർ കൊടുക്കുന്നുണ്ട്, പ്രൊമോഷനും അതിൻ്റെ. പിന്നെ വെച്ചാൽ ആ ഒരു മമ്മൂക്ക എന്നുള്ള ഫാക്ടർ ആ പോസ്റ്റർ വന്നപ്പോൾ മുതലേ ഇതിനകത്ത് ഉണ്ട്. അതിനകത്ത് ഒരു അപ്ഡേറ്റ്സിന് വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് എന്നൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതെന്തായാലും ആ സിനിമയ്ക്ക് കാണും. എന്തായാലും നല്ലൊരു ട്രെയിലർ തന്നെയായിരുന്നു, ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരത്തിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. സിദ്ധാർത്ഥ് ഭരത്തിനും ഇതിനകത്ത് ഒരു വെറൈറ്റി വേഷങ്ങളാണ്. ഒരു അധികം ക്യാരക്ടേഴ്സ് ഒന്നും പിന്നെ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്യാരക്ടേഴ്സ് ഒഴികെ ഈ സിനിമയിൽ അധികം ക്യാരക്ടേഴ്സ് വരുന്നില്ല എന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. ഇനി നമ്മളറിയാത്ത ക്യാരക്ടേഴ്സ് വല്ലതും ഇതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടോ അറിയില്ല. നമുക്ക് എന്തായാലും 15-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇതെന്തായാലും FTFS ഞാൻ ലോക്ക്ഡ് ആണ്, അതെന്തായാലും കണ്ടിരിക്കും. എന്തായാലും
അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. എന്തായാലും 15-ാം തീയതി നമുക്ക് കാണാം. അത് കഴിഞ്ഞ് ആ സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അണ്ടിൽ ദാൻ